ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇപ്പം നമ്മുടെ വിജയിൻ്റെ ആ പ്രശ്നത്തിൽ കരൂരിൽ നടന്ന ട്രാജഡിയുടെ അടിസ്ഥാനത്തിൽ വിജയന് ഇതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ, രാഷ്ട്രീയത്തിലൊരു ഭാവിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇറ്റ് ടേക്സ് ടൈം ടു അസസ് സച്ച് തിങ്സ്. ഇനിയും ഇങ്ങനെ ഇൻസിഡൻസ് ആർ ഹാപ്പനിങ്, ഓക്കറൻസസ് ആർ ഹാപ്പനിങ് അല്ലേ. അപ്പോൾ അതിങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റത്തില്ലെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ എങ്കിലും ഇതിനകത്തൊരു വിജയൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുറ്റകരമായ ഒരു അനാസ്ഥ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം വിജയൻ ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. ഗവൺമെൻറ്റിന് ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണോ, അല്ലെങ്കിൽ ഒരാൾക്കൊരു ദുഷ്ടിന്ത ഉണ്ടാകുന്ന ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണോ? അത് നമുക്ക് പറയാൻ പറ്റും. ഗവൺമെൻറ്റിനെ അങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ബേസ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും കുഴപ്പങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ കുഴപ്പം വിജയൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വിജയ് ഇത് അവോയ്ഡ് ചെയ്യണമായിരുന്നു. ഒന്നാമത്തെ കാര്യം ലേറ്റായിട്ട് വന്ന്, പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞാൽ അവരൊരു വാണിംഗ് കൊടുത്തിട്ടും ഇയാളാണെങ്കിൽ അത് അവഗണിച്ചുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിജയൻ്റെ ഭാഗത്ത് തന്നെയാണ് സത്യത്തിൽ കൂടുതൽ പ്രശ്നം കിടക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഇയാൾ അവിടെ നിന്ന് സ്കൂട്ടായത് നമുക്ക് മനസ്സിലാക്കാം. അവസാനം ഇയാൾ അവിടെ നിന്ന് ഈ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇയാൾ അവിടെ നിന്ന് സ്കൂട്ടാകുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു നിക്കക്കളില്ലാതെ വന്നപ്പോൾ, ഗത്യന്തരമില്ലാതെ വന്നപ്പം അയാൾ അവിടുന്ന് പോയി. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം അയാൾക്ക് അയാളുടെ ജീവനും ആരോഗ്യം രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ പോയി. അയാൾ ലീഡറായിരിക്കാം, പക്ഷേ ഈസ് ആൾസോ എ ഹ്യൂമൻ ബീങ് അല്ലേ. അയാളൊരു മനുഷ്യനാണ്, ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ പോയതിനകത്ത് നമുക്ക് ബ്ലെയിം ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് അത് ഒരു ജസ്റ്റിഫിക്കേഷനെങ്കിലും വകയുണ്ട്. മറ്റ് ഇയാൾ ഈ പരിപാടി അവിടെ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു 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 ജാഗ്രതക്കുറവാണ് അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഇത്തരത്തിൽ വേറെ എവിടെയെങ്കിലും ഇത് ഷിഫ്റ്റ് ചെയ്യണം, നല്ലൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നല്ല ഒരു ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി അയാളത് ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടൊരു വലിയ കുഴപ്പം തന്നെയാണ് വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഇത് വിജയനെ പൊളിറ്റിക്കലി ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗെയിൻസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല. ഇതൊരു ഇതിനൊക്കെ സമയം പിടിക്കും. ഇതിനകത്ത് ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഴയ തമിഴ്നാടല്ല ഇപ്പം. പണ്ട് MGRൻ്റെ കാലത്ത് തമിഴ്നാടല്ല ഇപ്പം ഈ ആൾക്കാർ വരുന്നതെന്ന് പറയുന്നതെല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ് വരുന്നത്. അപ്പോൾ അവർ തന്നെ എല്ലാവരും വോട്ട് ചെയ്യണം നിർബന്ധമില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ ഇങ്ങനെ വോട്ട് ചെയ്താൽ തന്നെ ഇതിനകത്ത് ഇത് ജനമല്ല അവിടെ വരുന്നത്, പൊതുജനമല്ല ഇത് പൂർണ്ണമായിട്ട് അവിടെ വരുന്നത്. അത് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ അഡ്മിറേഴ്സ് മാത്രമാണ് വരുന്നത്, ഫാൻസ് മാത്രമാണ് വരുന്നത്. ഇദ്ദേഹത്തിനുള്ളൊരു ഹെവി അഡ്മിറേഷൻ കൊണ്ട് ആണ് അവിടെ ഇത്ര ഒരു ഇൻഫ്ലക്സ് ആയിട്ട് അവിടെ ഈ ഡിവോട്ടി എന്താണ് പറയുന്നത് ഈ ഫാൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നെ വോട്ടായി മാറും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇപ്പോൾ ഏതാണ്ട് ഒരു 5-10% വോട്ട് അയാൾക്ക് ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അയാൾക്ക് ആ ഒരു രീതിയിലേക്ക് അയാൾ വളർന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല. ഒരു 5%-10%. പക്ഷേ അതും ഇനിയും വേണമല്ലോ, അതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ അയാൾക്ക് ഒരു പക്ഷേ അയാളൊരു പൊളിറ്റിക്കലി അയാൾക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നിടത്തേക്ക് അയാളിനി പോകും. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടി ഇയാളെ ഒരു അലയായിട്ട് കൂടെ നിർത്തിയേക്കാം. അതൊക്കെ ഇനിയിപ്പം ഇതെന്തായാലും വിജയനെ സൈലൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാസങ്ങളോളം ഒരു പക്ഷേ ഇത് വിജയനെ സൈലൻസ് ചെയ്യും. അതിൽ നിന്ന് ഇയാൾ റിക്കവർ ചെയ്യുക എന്നുള്ളത് ആണ് ഏറ്റവും വലിയ കാര്യം. മാസങ്ങളോളം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത് ഇയാളെ സൈലൻസ് ചെയ്യും. പെട്ടെന്ന് ഇയാൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് നമുക്ക് ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു ഹെവി ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വിജയൻ്റെ ഷോൾഡറിൽ തന്നെയാണ്. ഇങ്ങനൊരു മിസ്ഹാപ്പ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു ബാഡ് ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് ഇൻസിഡൻറ്റ്, ഇങ്ങനൊരു കാഷ്വാലിറ്റീസ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റി വിജയന് തന്നെയാണ്. അതിൽ നിന്ന് വിജയനും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഗവൺമെൻറ്റിന് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 10,000-കണക്കിന് ഗവൺമെൻറ് ഈസ് ഫേസിങ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം 1000-10,000 സംഭവങ്ങൾ ഒന്ന് മാത്രമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിജയൻ്റെ ഭാഗത്താണ് കൂടുതൽ വിഷയം കിടക്കുന്നത്. കാരണം നമുക്ക് ഗവൺമെൻറ് ഒരിക്കലും നമ്മളെ പൂങ്കാവനം ആക്കുമെന്നോ സ്വർഗ്ഗമാക്കുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. മെച്ചപ്പെട്ട ഭരണം അല്ലെങ്കിൽ തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. അല്ലാതെ ഒരു ഗവൺമെൻറ് എല്ലാ സമയത്തും നമുക്ക് പരിപൂർണമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ സഹായം ചെയ്തു തരും, ഇവിടെ സ്വർഗ്ഗമാക്കും പൂങ്കാവനമാക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തമ്മിൽ ഭേദം എന്നുള്ളൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എന്തായാലും സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് വിജയൻ്റെ ഭാഗത്താണ് തെറ്റിടക്കുന്നത്. ഇതിൽ നിന്ന് അയാൾ റിക്കവർ ചെയ്ത് വരട്ടെ. ഇനിയിപ്പോൾ അത് പൊളിറ്റിക്കലി ഏത് രീതി സഹായിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് മാത്രമുള്ളൊരു തന്ത്രമൊന്നും അയാൾക്കില്ല, അയാളുടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അയാളുടെ കൂടെ അത്രയും ഒരു
ഒരു എന്താണ് പറയുന്നത്, അത്രയും ഒരു ഡെമഗോഗ്സ് ഒന്നും ഇല്ല, പൊളിറ്റിക്കൽ ഡെമഗോഗ്സോ അല്ലെങ്കിൽ അത്ര ഒരു മാസ് അപ്പീൽ ഒന്നുമില്ല. പിന്നെ ഇയാളിപ്പോൾ ഒരു മാസിനെ ഒരു നല്ലൊരു മാസപ്പിലുള്ള നേതാക്കന്മാർ ആരും ഇടപെട്ടില്ല. പിന്നെ ഇയാളൊരു മാസപ്പിലുള്ള ഒരു ഹീറോ ആയിട്ട് അവിടെ ഗ്രോ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ എത്രത്തോളം സഹായിക്കുന്നുള്ള അയാളുടെ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഒന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല ഇത് അയാളെ പൊളിറ്റിക്കലി സഹായിക്കുന്നു, ഇനി എന്തൊക്കെയായി തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കോടതിയുടെ റെഫറൻസ് എതിരായിട്ട് റെഫറൻസ് വന്നു കഴിഞ്ഞാൽ വിജയന് തന്നെയാണ് അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഒരു ഓപ്പോസിറ്റ് റെഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് വരാതിരിക്കുമെന്ന് ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പിന്നെന്ന് പറയുന്നത് ഒരു അറസ്റ്റ് ഉണ്ടായ ഒരു കോടതി റെഫറൻസിനെ തുടർന്നുള്ള ഒരു നിയമ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ വിജയൻ്റെ രാഷ്ട്രീയ ഭാവിക്കും സിനിമാ ഭാവിക്കൊക്കെ ഏതൊക്കെ വളരെ നെഗറ്റീവായിട്ട് ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്തേക്കാം. എന്തായാലും താങ്ക് യു വെരി മച്ച്.